എല്ലാ സുഹൃത്തുക്കൾക്കും ഡിജിമാർക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഒരുപാട് ഫ്രീ കോഴ്സുകൾ അടങ്ങുന്ന പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരുപാട് ഫ്രീ കോഴ്സുകളുണ്ട്. അതിൽ പലതും നമ്മൾ പഠിക്കുന്നു. ചിലർ സക്സസ് ആവുന്നു, ചിലർ ഫെയിലിയർ ആവുന്നു. എങ്ങനെയുള്ളവരാണ് സക്സസ് ആവുന്നത്, എങ്ങനെയുള്ളവരാണ് ഫെയിലിയർ ആവുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതുപോലെ ഏതൊക്കെ ഫ്രീ കോഴ്സുകളുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഫ്രീ കോഴ്സും പെയ്ഡ് കോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തിന് ഞാൻ പൈസ കൊടുത്ത് കോഴ്സ് പഠിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സുബിൻ യൂസഫ് ഫ്രം ഡിജിമാർക്ക് അക്കാഡമി. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ഫ്രീ കോഴ്സസ്, ഫേസ്ബുക്കിൻ്റെ ഫ്രീ കോഴ്സസ്, നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള ഫ്രീ കോഴ്സസ്, ഇതെല്ലാം നമുക്കിന്ന് പരിശോധിക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എത്ര സമയമാണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്വന്തമായി പൈസ കൊടുക്കാതെ പഠിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സക്സസ് ആവാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സമയം, ആ സമയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിങ്ങൾ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സമയം എന്ന് പറയുന്നത് ലാഭിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതായത് പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ജോലിക്ക് പോയി പെട്ടെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി എവിടെയും തട്ടിമുട്ടി നമ്മുടെ സമയം പാഴാക്കാതെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പഠിച്ചേ പറ്റുകയുള്ളൂ. കാരണം ഒരു ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് പറ്റില്ല. സ്വന്തമായി പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് പഠിക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും നമുക്ക്. കാരണം അതുപോലെയാണ് ഒരുപാട് കോഴ്സുകൾ. ഇതിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്തതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് ആഡ് ചെയ്യുന്നത് 2016 എങ്ങനെയായിരുന്നോ ചെയ്തിരുന്നത് പോലെയല്ല 2020 ചെയ്യുന്നത്. 2020 എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയല്ല 2025 ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട് പഠിക്കുന്ന വീഡിയോ കൂടുതലും എന്തായിരിക്കും? പഴയ വീഡിയോ ആയിരിക്കും. അപ്പോൾ പുതിയ വീഡിയോകൾക്കായിട്ടുള്ള സെർച്ചസ് നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കാണുന്ന കാര്യം ഇപ്പോൾ അങ്ങനെ തന്നെയാണോ? രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഗൂഗിളിൻ്റെ ഡിജിറ്റൽ അൺലോക്ക്ഡ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഡിജിറ്റൽ അൺലോക്ക്ഡ് എന്ന് പറയുന്ന കോഴ്സ് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ പലരും ഭരിക്കുന്നുണ്ട് ഗൂഗിൾ ഇത് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം ഗൂഗിളിൻ്റെ ഡിജിറ്റൽ അൺലോക്ക്ഡ് കോഴ്സിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള സുഹൃത്തുക്കൾക്കെങ്കിലും മനസ്സിലാവും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ. എന്നാൽ ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്കൊരു അവയർനെസ് ആണ് കിട്ടുന്നത്. ഇതിൽ നിന്നും നിങ്ങളൊന്നും ചെയ്യാൻ പഠിക്കുന്നില്ല. എന്തെങ്കിലും ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ചെയ്ത് റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആ ഒരു മേഖലയിലേക്ക് പലരും കൊണ്ടുപോകാറില്ല. കാരണം അത് ഒബ്വിയസ്ലി അത് ബിസിനസ്സാണ്, അല്ലേ? ആ ബിസിനസ് അവർ റിവീൽ ചെയ്യാറില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കും. അതായത് ഒരു കാര്യം തുടങ്ങി വെക്കാൻ പഠിപ്പിക്കും, പക്ഷേ അവസാനിപ്പിക്കാൻ പഠിപ്പിക്കത്തില്ല. അത് അതിൻ്റെ മാർക്കറ്റിംഗ് മെത്തേഡാണ്. അത് ഇതിൻ്റെ എന്നുള്ളതല്ല, എല്ലാ മേഖലയുടെയും മാർക്കറ്റിംഗ് മെത്തേഡ് അങ്ങനെയാണ്. എന്നാലും നിങ്ങൾ ഗൂഗിളിൻ്റെ ഡിജിറ്റൽ അൺലോക്ക്ഡ് കോഴ്സ് എടുത്ത് പഠിക്കുക. നിങ്ങൾക്കതിൽ നിന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആകാൻ സാധിച്ചാൽ കണ്ടിന്യൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ. നിങ്ങൾക്ക് അതിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. ഗൂഗിളിൻ്റെ തന്നെ സെർച്ച് അഡ്വർടൈസ്മെൻറ്റ്, ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ അക്കാഡമി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എടുക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും സൗജന്യമായിട്ട്. ഈ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് യൂട്യൂബ് മാർക്കറ്റിംഗ് ചെയ്ത് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സൗജന്യമായി കിട്ടിയാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മേഖലയുണ്ട്. അത് SEO ആണ്. SEOയ്ക്ക് നമുക്ക് സൗജന്യമായി കിട്ടിയാലും നമ്മുടെ കഴിവുകൾ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാരണം ഒരുപാട് ടൈം എടുത്ത് വരുന്നൊരു കാര്യമാണ് റിസൾട്ട് എന്ന് പറയുന്നത്. SEOയിൽ റിസൾട്ട് വരുന്ന ഒരുപാട് സമയമെടുത്താണ്. അപ്പോൾ നമ്മൾ ചെയ്ത് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ്, ഒരു ആർട്ടിക്കിൾ നമ്മൾ എഴുതി അതിന് SEO ചെയ്തു, അതാണ് നമ്മൾ പഠിച്ചതെന്ന് വിചാരിക്കുക.
ഈ ഒരു കാര്യത്തിന് റിസൾട്ട് വരുന്നത് ചിലപ്പോൾ 4 മാസം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ 5 മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ? ഇതിൻ്റെ റിസൾട്ട് ഞാൻ ചെയ്തത് കറക്റ്റ് ആയിരുന്നോ, അത് സെർച്ചിൽ വന്നോ എന്നറിയാൻ നിങ്ങൾ 5 മാസം വെയിറ്റ് ചെയ്യുമോ? ആ ടൈം അങ്ങനെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SEOയിൽ കാണുന്ന മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ നിങ്ങളുടെ സമയമാണ് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത്. സമയം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖലയിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അതിനാണ് പലരും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ച് എളുപ്പം മേഖലയിലേക്ക് ചുവടുവെക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചാൽ ഉടനെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആവുമോ? ആവില്ല. പക്ഷേ എന്ത് പഠിച്ചു, അത് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നു. എവിടെ പഠിച്ചാലും, ഡിജിമാർക്ക് എന്നുള്ളതല്ല, എവിടെ പഠിച്ചാലും. പക്ഷേ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. SEOയിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്ന് ചോദിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം. അതിന് ഞങ്ങളെപ്പോലുള്ളവരുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. യൂട്യൂബിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ പറഞ്ഞ ഗൂഗിളിൻ്റെ ഡിജിറ്റൽ അൺലോക്ക്ഡ് ആണെങ്കിലും ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് SEOയെക്കുറിച്ചൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് പ്രകാരം നമുക്കൊരു കോഴ്സ് ചൂസ് ചെയ്യാം, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്നൊക്കെ. നിങ്ങൾക്ക് സൗജന്യമായിട്ട് 2 മണിക്കൂർ വീതമുള്ള സൂം ലൈവ് ട്രെയിനിങ് ഞാൻ നിങ്ങൾക്ക് നൽകാം. ലൈവ് ട്രെയിനിങ് ആയിരിക്കും, ഞങ്ങൾ നടത്താറുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് മുഖേന നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു അവയർനെസ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഡിജിറ്റൽ അൺലോക്ക്ഡിന് പുറമേയും കൂടാതെ മറ്റുള്ള ഫ്രീ കോഴ്സസിന് പുറമേയും. ഇതിനെല്ലാം ശേഷം നിങ്ങൾക്കിത് പഠിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. അതിനുശേഷം മാത്രം നമുക്ക് കോഴ്സ് കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ മതി. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് വെബ്സൈറ്റുകളാണ്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റാണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരുന്ന സൈറ്റ് ഷൗട്ട് മീ ലൗഡ് എന്ന് പറയുന്ന സൈറ്റാണ്. ഇന്ത്യൻ സൈറ്റാണ്. അതുകൊണ്ടാണ് ഈ ഒരു സൈറ്റിനെ പരിചയപ്പെടുന്നത്. ഹർഷ് അഗർവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബ്ലോഗറാണ് അല്ലേ. ഈ ബ്ലോഗർ ഏറ്റവും കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. ആ ബ്ലോഗ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ബ്ലോഗ് വായിക്കാൻ സമയമുണ്ടെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഓരോ ആർട്ടിക്കിളുകളും എടുത്തെടുത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാൻ സാധിക്കും. പക്ഷേ എവിടെയും സ്റ്റക്കാവാൻ പാടില്ല. സ്റ്റക്കായാൽ ഒരു സപ്പോർട്ട് കിട്ടില്ല, ആരോട് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെബ്സൈറ്റ് തനിയെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റക്കായി പോയാൽ ആരോടും ചോദിക്കാൻ പറ്റില്ല. അതൊരു പ്രോബ്ലമാണ്. കാരണം നമ്മൾ പൈസ കൊടുത്താണല്ലോ ഒരു വെബ്സൈറ്റ് പർച്ചേസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ട്രഗ്ലിങ്ങിലാവും. ഈ സ്ട്രഗ്ലിങ് സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടും. ഞാൻ വീണ്ടും ഈ സമയത്തിനെ കുറിച്ച് പറയുന്നത്, എല്ലാവരും ഫ്രീ കോഴ്സിൻ്റെ പുറകെ പോകുമ്പോൾ ഒരു 10% ആളുകൾ പെർഫെക്റ്റ്ലി അവർ കറക്റ്റ് വേയിൽ പോകും. 90% ആളുകളും എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവാതെ, ആരോട് ചോദിക്കണം, എവിടെ സെർച്ച് ചെയ്യണമെന്ന് മനസ്സിലാകാതെ ഈ വിഷയത്തിന് ഡ്രോപ്പ് ചെയ്യുന്നു. ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത്? അവർക്കറിയില്ലായിരുന്നു എവിടെയാണ്, അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ആ ഗൈഡ് ചെയ്യാനുള്ള മെത്തേഡ്സിന് വേണ്ടിയാണ് നിങ്ങളെപ്പോഴും നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കണമെന്ന് പറയുന്നതും നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യണമെന്ന് പറയുന്നതും. ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കണം. 10% ചെയ്തിട്ട് ഇതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹബ്സ്പോട്ട് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. CRM എന്നാണ് പറയുക. അതിന് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്ത് അവരെ സെയിൽസിലേക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള ഒരു സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ഏരിയയാണ് CRM. അതുപോലെ ഒരുപാട് CRMs ഉണ്ട്. സെയിൽസ് ഫോഴ്സ്, ഹബ്സ്പോട്ട്, അങ്ങനെ ഒരുപാട് CRMs ഉണ്ട്, സോഹോ. അപ്പോൾ ഈ ഹബ്സ്പോട്ടിലൊക്കെ ട്രെയിനിങ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങുകളുണ്ട്. അതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, ഹൂട്ട്സ്യൂട്ട് എന്ന് പറയുന്നത്. അവരുടെ ട്രെയിനിങ് ഉണ്ട്, പക്ഷേ അത് പെയ്ഡാണ് ട്രെയിനിങ്. അവരുടെയും ട്രെയിനിങ് ഉണ്ട്, പെയ്ഡാണ്. സോഷ്യൽ മീഡിയ ട്രെയിനിങ് ഉണ്ട്, എങ്ങനെ സോഷ്യൽ മീഡിയയിൽ സക്സസ് ആവണമെന്നുള്ളത്. ഹബ്സ്പോട്ടിൻ്റെ ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. പക്ഷേ എല്ലാം അവരുടെ ട്രെയിനിങ്ങിൽ ഏറ്റവും കൂടുതലും അവർ പുഷ് ചെയ്യുന്നത് എന്തായിരിക്കും? അവരുടെ ആ പ്രോഡക്റ്റ് എങ്ങനെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അവർ പഠിപ്പിക്കുക. അവരുടെ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം, അതിൽ അവരുടെ പ്രോഡക്റ്റിലൂടെ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമായിരിക്കും പഠിപ്പിക്കുക. നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വരുമ്പോൾ ആ ക്ലയൻറ്റിന് ഈ പ്രോഡക്റ്റ് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ചു വെച്ചത് വെച്ച് പറ്റില്ല.
അതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റുകളും എങ്ങനെ നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റും, ഹബ്സ്പോട്ട് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് പല പ്ലാറ്റ്ഫോമുകളും നമുക്ക് നൽകുന്ന കാര്യങ്ങൾ ഒരു 20-25% നമ്മൾ ഉൾക്കൊള്ളാവുള്ളൂ. ബാക്കിയുള്ളത് അവരുടെ മാർക്കറ്റിംഗ് ആയിരിക്കാം. അതുകൊണ്ട് അത് മനസ്സിലാക്കി മാത്രം കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഫ്രീ കോഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ ഇതിന് ശേഷം ഈ ഞങ്ങളുടെ ഫ്രീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, ഡിജിറ്റൽ അൺലോക്കിൽ അറ്റൻഡ് ചെയ്യാം. ഇതുകൂടാതെ ഫേസ്ബുക്കിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന ഏരിയ സെർച്ച് ചെയ്താൽ അവിടെ പോയാൽ ഫേസ്ബുക്ക് തരുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഹോട്ട്സ്യൂട്ടിൻ്റെ കോഴ്സ് താല്പര്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. ഇതുകൂടാതെ ഷൗട്ട് മീ ലൗഡ് അറ്റൻഡ് ചെയ്യാം. വായിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷിലുള്ള സൈറ്റാണ്, മലയാളത്തിലുള്ള സൈറ്റല്ല. മലയാളത്തിലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വളരെ കുറവാണ്. അതിലേക്ക് ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ആരും അതിനുവേണ്ടി ഒരുപാട് സമയം മെനക്കെടുത്തത്തില്ല. അതുകൊണ്ടാണ് ബ്ലോഗ് എഴുതാൻ അധികം ആരും ഇരിക്കാത്തത് മലയാളത്തിലുള്ളത്. എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുക. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദിസ് ഈസ് സുബിൻ യൂസഫ് സൈനിങ് ഓഫ് ഫ്രം Digimark Academy.